ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറി അല്ലെങ്കിൽ ചോല. അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി 2 മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, ഇങ്ങ്, ഇറച്ചി മസാല, ഉപ്പ്, കാശ്മീരി മുളക്, മഞ്ഞൾ പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ അതിന് വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു പാനിലേക്ക്. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ടയായിട്ടിരിക്കുക അല്ലേ, നല്ല കട്ടിയാ. കട്ടയായിട്ടിരിക്കുക, അതൊന്ന് മെൽറ്റാവട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ കടുകിടുന്നു. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ മരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. അതിൻ്റെ കൂടെ നമുക്കൊരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടാൻ. നമ്മുടെ ഉള്ളി ഒരുമാതിരി കുറച്ചൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ കടലക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയും കൂട്ടാം, പൂരിയുടെ കൂടെയും കൂട്ടാം, ചപ്പാത്തിയുടെ കൂടെയും കൂട്ടാം, എന്തിൻ്റെ വേണമെങ്കിൽ കൂടെയും കൂട്ടാം. അങ്ങനെ ഒരു കറി അതുണ്ടാകുന്നത്. അപ്പോൾ ഉള്ളി വഴന്നു തുടങ്ങി നമുക്ക് അതിനകത്തോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ ഇടാം. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് തക്കാളി വഴന്നു കിട്ടും നമുക്ക്. അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ
വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു സാധനം കൂടെ ഇടാം. ഇത് കസ്തൂരി മേത്തി എന്ന് പറയും. അത് ഇന്ത്യൻ കടയിലെല്ലാം കിട്ടും. ഇതാ സാധനം കസ്തൂരി മേത്തി. ഇതതിൻ്റെ പാക്കറ്റ്. ഇത് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും ഇതിന്. ഇതാ അതൊരു നുള്ള് കസ്തൂരി മേത്തി. അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മസാലകൾ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇടാം. ഒന്ന് കുറച്ച് വെച്ചിടാം കേട്ടോ, സിമ്മിലേക്ക്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയാലോ. അപ്പം ഞാൻ വലിയ സ്പൂണിടുന്നത് 1 2 3 4 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഇനി കാശ്മീരി മുളക് 1 2 3 ഒരു 3 സ്പൂൺ. കാശ്മീരി മുളക് നമ്മൾ എന്തിനാണ് ഇടുന്നത്? കളർ വരാനാണല്ലോ. ഇത് എരിവുള്ള മുളക്, അതുകൊണ്ട് ഇത് 1 സ്പൂണേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് അതൊരു സ്പൂണേ വെച്ചുള്ളൂ. പിന്നെ ഇടുന്നത് മഞ്ഞൾ പൊടി, 1 സ്പൂൺ മഞ്ഞൾ പൊടി. പിന്നെ ഹിങ്ങ്, ഇത് നമ്മുടെ ഗ്യാസൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന കേട്ടോ. ഹിങ്ങ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറയുന്നത് എന്തുവിന് പറയുന്നത് കായപ്പൊടി, അത്1 സ്പൂൺ കായപ്പൊടി. പിന്നെ ഇറച്ചി മസാല, അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന കേട്ടോ. എൻ്റെ ഇറച്ചി മസാലകൾ ഞാൻ പുറത്തുനിന്ന് മേടിക്കാറില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എൻ്റെ മസാലകളെല്ലാം. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് തീ കൂട്ടി വെക്കാം, മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇത് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. കടല നേരത്തെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള വെള്ളം, അപ്പോൾ ഇതൊന്ന് സെറ്റാട്ടെ. നമുക്കത് അടച്ചു കൊടുക്കാം. ഇച്ചിരി തീ കൂട്ടിയിട്ടേക്കാം. അടച്ചു വെച്ചു. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. blood pressure, fast heartbeat.
അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ നോക്കാം ഉപ്പും എരിവും എല്ലാം ഉണ്ടോ, ഇളക്കി കൊടുക്കാം. സൂപ്പർ. അങ്ങനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.